നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂർ ഒന്നാമത്, കോഴിക്കോട് രണ്ടാമത്. വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗം ചെയ്തു കൊന്ന ബാലികയുടെ പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതിയുടെ ബന്ധു കുത്തി. ആദിത്യ L1 വിജയം, ശാസ്ത്രജ്ഞരുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമെന്ന് മോദി. കായംകുളത്ത് പാർട്ടി കാലുവാരി തോൽപ്പിച്ചു, CPM-നെ വെട്ടിലാക്കി വീണ്ടും G സുധാകരൻ. വാർത്തകൾ വിശദമായി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 239 മത്സര ഇനങ്ങളിൽ 141 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 592 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനം. 577 പോയിന്റുമായി നിലവിലെ ജേതാക്കളായ കോഴിക്കോട് രണ്ടാമതും 575 പോയിന്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനവുമാണ്. 562 പോയിന്റുള്ള തൃശൂരും ആതിഥേയരായ കൊല്ലം 558 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. 545 പോയിന്റുള്ള മലപ്പുറവും 549 പോയിന്റുള്ള എറണാകുളവും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. സ്കോർ നില സൂചിപ്പിക്കുന്നത് പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കലാകിരീടത്തിനായി നടക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 296 പോയിന്റുമായി കണ്ണൂർ ഒന്നാമതാണ്. 288 പോയിന്റ് വീതമുള്ള കോഴിക്കോട് ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാമതും. 286 പോയിന്റുള്ള പാലക്കാടും തൃശൂരും മൂന്നാം സ്ഥാനമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 296 പോയിന്റുമായി കണ്ണൂർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. പാലക്കാടിനും കോഴിക്കോടിനും 289 പോയിന്റ് വീതമുണ്ട്. ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവത്തിൽ 65 പോയിന്റ് വീതമുള്ള കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം എന്നീ ജില്ലകളാണ് ഒന്നാമത്. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകൾക്ക് 63 പോയിന്റ് വീതമുണ്ട്. വണ്ടിപ്പെരിയാർ പീഡന കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കോടതി കുറ്റവിമുക്തനാക്കിയ പ്രതിയുടെ ബന്ധു കുത്തി പരിക്കേൽപ്പിച്ചു. കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുന്റെ ബന്ധു പൽരാജാണ് ആക്രമണം നടത്തിയത്. പൽരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പശുമലമൂട് ജംഗ്ഷനിൽ വെച്ച് കുട്ടിയുടെ പിതാവും മുത്തച്ഛനും കൂടി ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ പോവുകയായിരുന്ന കുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും നേരെ പൽരാജ് അസഭ്യം പറയുകയായിരുന്നു. ഇതോടെ വാഹനം നിർത്തി ഇരുവരും ഇത് ചോദ്യം ചെയ്യുകയും തുടർന്നുള്ള വാക്കേറ്റം ഉണ്ടാവുകയും പൽരാജ് കൈവശമുള്ള കടാര ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ ഇരുകാലുകളിലും വയറിലും പരിക്കേറ്റിട്ടുണ്ട്. മുത്തച്ഛന്റെ കൈക്കും വയറിനും പരിക്കേറ്റു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പൽരാജിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യയുടെ അഭിമാന സൗര ദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. 2023 സെപ്റ്റംബർ 2-നായിരുന്നു ആദിത്യയുടെ വിക്ഷേപണം. സൗരവാതം, പ്ലാസ്മ പ്രവാഹം, സൂര്യനിലെ കാന്തിക മണ്ഡലം എന്നു തുടങ്ങിയ വിവിധ സൗര പ്രതിഭാസങ്ങളുടെ വിവരങ്ങളാണ് ആദിത്യ ലഭ്യമാകുക. PSLV-C-57 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. സൂര്യന്റെ പ്രഭാമണ്ഡലത്തെ പറ്റിയും കാന്തിക മണ്ഡലത്തെ പറ്റിയും സൂര്യസ്ഫോടനങ്ങളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. സൗരാന്തരീക്ഷത്തിന്റെ ചലനാത്മകതയും ഘടനയും മനസ്സിലാക്കൽ, സൗരവാത ഗതിവേഗവും താപനില വ്യതിയാനവും മനസ്സിലാക്കൽ എന്നിവയും ആദിത്യയുടെ ലക്ഷ്യങ്ങളാണ്. ഇതിനായി 7 പേലോഡുകളാണ് ആദിത്യ L1-ലുള്ളത്. 4 സൂര്യനിൽ നിന്നുള്ള പ്രകാശം നിരീക്ഷിക്കും. മറ്റു 3 സൂര്യന്റെ പ്ലാസ്മ, കാന്തിക വലയം എന്നിവയെ പറ്റി പഠിക്കും. ഇവ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചവയാണ്. 5 വർഷമാണ് ദൗത്യത്തിന്റെ കാലയളവ്. 24 മണിക്കൂറും സൂര്യന്റെ ചിത്രം പേടകത്തിന് പകർത്താനാകും. ആദിത്യ ലക്ഷ്യസ്ഥാനത്തെത്തിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പങ്കുവച്ചു. കായംകുളത്ത് മത്സരിച്ചപ്പോൾ കാലുവാരിയെന്ന് തുറന്നു പറഞ്ഞ് മുൻ മന്ത്രി G സുധാകരൻ. കായംകുളത്ത് 2001-ൽ താൻ തോറ്റത് കാലുവാരിയത് കൊണ്ടാണെന്നാണ് G സുധാകരന്റെ ആരോപണം. കായംകുളം താലൂക്ക് വരെ പ്രഖ്യാപിച്ചിട്ടും വോട്ട് കിട്ടിയില്ലെന്ന് സുധാകരൻ പറഞ്ഞു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും സുധാകരൻ ആരോപിച്ചു. പാർട്ടി കേന്ദ്രമായ പത്തിയൂരിൽ CPIM പ്രവർത്തകരുടെ വീട് ഒരു വിഭാഗം എറിഞ്ഞു തകർത്തു. മനസ്സിൽ ഒന്ന് കരുതുക, പുറകിൽ ഉടുപ്പിനടിയിൽ കടാര ഒളിപ്പിച്ചു പിടിക്കുക, കുത്തുക, ഇതാണ് പലരുടെയും ശൈലി. ഇടതുപക്ഷക്കാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിലായിരുന്നു CPM-നെതിരെ വെട്ടിലാക്കുന്ന സുധാകരന്റെ തുറന്നുപറച്ചിൽ. നേരത്തെയും കായംകുളത്തെ കാലുവാരലിനെ കുറിച്ച് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്.